ബീഹാറിന്റെ സമസ്ത മേഖലകളിലും സമഗ്രാധിപത്യം നേടിയാണ് NDA തുടർ ഭരണം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. ഒടുവിലത്തെ കണക്ക് പ്രകാരം 208 സീറ്റുകളിലാണ് NDA ലീഡ് ചെയ്യുന്നത്. 96 സീറ്റുമായി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നു. 28 സീറ്റുകളിലേക്ക് മഹാസഖ്യം തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. 2 സീറ്റിലേക്ക് ഒതുങ്ങും വിധം കനത്ത പരാജയമാണ് കോൺഗ്രസ് നേരിട്ടത്. രാഘവ്പൂരിൽ തേജസ്വി യാദവ് കടന്നുകൂടാൻ കഴിയാതെ വിയർക്കുകയാണ്. കറുത്ത കുതിരയാകുമെന്ന് പ്രതീക്ഷിച്ച പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിക്ക് യാതൊരു ചലനവും ഉണ്ടാക്കാനായില്ല. അതേസമയം NDA സഖ്യത്തിൽ ചിരാഗ് പാസ്വാന്റെ ലോക് ജൻശക്തി പാർട്ടി മത്സരിച്ചതിൽ മിക്ക സീറ്റുകളിലും മുന്നിലെത്തിയതും ശ്രദ്ധേയമാണ്. 10ാം തവണ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുന്ന നിതീഷ് കുമാറിന് ബീഹാർ മഹാവിജയം സമ്മാനിച്ചപ്പോൾ മഹാതോൽവിയുടെ കണക്കെടുക്കുകയാണ് RJDയും കോൺഗ്രസും. വോട്ടുകൊള്ളയും SIR ഉൾപ്പെടെ രാഹുലും തേജസ്വിയും ഉയർത്തിയ ആരോപണങ്ങളൊന്നും ഗുണം ചെയ്തില്ല എന്ന് വേണം വിലയിരുത്താൻ. നമുക്ക് വിശദമായി തന്നെ ഇക്കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. PR സുനിലും നോബിൾ മാരിക്കാരനും ആദിൽ പാലോടും സായ്കുമാറുമാണ് ചേരുന്നത്. നമുക്ക് ആദ്യം PR സുനിലിലേക്ക് പോയാൽ, സുനിൽ, പാടലിപുത്രത്തിന്റെ ചാച്ച ഇതാ ബീഹാർ ജനഹൃദയങ്ങളിൽ വീണ്ടും ഇടം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. 10ാം തവണയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകുന്നു. വലിയ തേരോട്ടമാണ് NDA നടത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകൾ പ്രകാരം 208 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. അതായത് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനേക്കാളും ഒരുപക്ഷെ NDA പ്രതീക്ഷിച്ചതിനേക്കാൾ പോലും ബഹുദൂരം മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. വിനീത, ബീഹാറിൽ നിതീഷ് തിളക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് ഇന്ന് NDA സഖ്യം ബീഹാറിൽ നേടിയിരിക്കുന്നത്. നമുക്കറിയാം, ബീഹാറിൽ RJDയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്നത് മുസ്ലിം യാദവ് എന്നായിരുന്നു. MY ഫോർമുല എന്നാണ് RJD അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ആ MY ഫോർമുല എന്നത് ഇപ്പോൾ മഹിള യൂത്ത് ആയി NDA സഖ്യം സ്വന്തമാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ സ്ത്രീകളും യുവാക്കളും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി ഇത്തവണ NDA സഖ്യത്തിന് പിന്തുണ നൽകിയതോടെ ബീഹാറിൽ 243 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഇപ്പോൾ കണക്ക് വരുമ്പോൾ 208 BJP സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. BJPയും JDയും ഒപ്പം ഒന്നിച്ചുള്ള NDA സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം കർപ്പൂരി ഠാക്കൂറൊക്കെ തന്നെ നേടിയതുപോലുള്ള വലിയ വിജയത്തിലേക്ക് NDA സഖ്യം മാറുകയാണ്. ബീഹാറിന്റെ ഓരോ ജില്ലകളിൽ പരിശോധിച്ചാൽ എല്ലാ മേഖലകളിലും, അതായത് RJDക്ക് കരുത്തുണ്ടായിരുന്ന എല്ലാ മേഖലകളിലും, കോൺഗ്രസിന് കരുത്തുണ്ടായിരുന്ന എല്ലാ മേഖലകളിലും BJPയുടെയും JDയുടെയും കടന്നുകയറ്റമാണ് ഉണ്ടായിരുന്നത്. അത് സീമാഞ്ചലിലായിക്കോട്ടെ, ചമ്പാരൻ മേഖലയിലായിക്കോട്ടെ, മഗധ് മേഖലയിലായിക്കോട്ടെ, സരൺ മേഖലയിലായിക്കോട്ടെ, ദർഭംഗ മേഖലയിലായിക്കോട്ടെ, എല്ലാ മേഖലകളിലും, ഇന്നർ ബീഹാറിലും ഔട്ടർ ബീഹാറിലും എല്ലായിടത്തും BJPയുടെയും ഐക്യ ജനതാദളിന്റെയും ഒക്കെ തന്നെ തേരോട്ടമായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. ഏതായാലും നിതീഷ് കുമാർ ഇപ്പോഴും ബീഹാറിൽ ഹീറോ ആയി തുടരുന്നു എന്നത് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗങ്ങളിലൊക്കെ തന്നെ നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും നിതീഷ് കുമാർ ആയാലും ഉയർത്തിപ്പിടിച്ചത് ജംഗിൾ രാജ് എന്നുള്ളൊരു പ്രചരണമാണ്. അതായത് 20 വർഷം ഭരിച്ചിട്ടും അതിനു മുൻപ് ലാലു പ്രസാദ് യാദവിന്റെ കാലത്ത്, റാബ്രി ദേവിയുടെ കാലത്തുണ്ടായിരുന്ന ജംഗിൾ രാജ് ഉയർത്തിയായിരുന്നു BJP പ്രചരണം നടത്തിയത്. അപ്പോൾ അത് ബീഹാറിലെ ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മാത്രമല്ല, സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ ഇത്തവണ നിതീഷ് കുമാറിന് കിട്ടി. അത് തീർച്ചയായും സ്ത്രീകൾക്ക് 10,000 രൂപ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നൽകിയതൊക്കെ തന്നെ വലിയ സ്വാധീനമായി. മാത്രമല്ല, മദ്യനിരോധനം നടപ്പാക്കിയത് നേരത്തെ തന്നെ നിതീഷ് കുമാറിന് ബീഹാറിലെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയൊരു സ്ഥാനം ഉണ്ടാക്കിയിരുന്നു. മദ്യനിരോധനം പിൻവലിക്കും എന്നൊക്കെയുള്ള പ്രചരണം ഒരുപക്ഷെ സ്ത്രീ വോട്ടർമാർ കൂട്ടത്തോടെ നിതീഷ് കുമാറിന് അനുകൂലിച്ച് രംഗത്ത് വരാനുള്ള സാഹചര്യം ഇത്തവണ ഒരുക്കിയെന്ന് പറയാം. രണ്ടാമത്തെ വിഷയമാണ് യുവാക്കളുടെ വോട്ട് എന്നത്. ഇത്തവണ 18 മുതൽ 29 വയസ്സ് വരെയുള്ള യുവാക്കളുടെ വോട്ടായി ഏതാണ്ട് 2 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ വലിയൊരു ശതമാനം വോട്ട് ഇത്തവണ NDA സഖ്യത്തിന് പോയി. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളൊക്കെ തന്നെ അവിടെ യുവാക്കളുടെ വോട്ടിനെ സ്വാധീനിക്കാൻ കാരണമായി എന്ന് നമുക്ക് വിലയിരുത്താം. അങ്ങനെ നിതീഷ് കുമാർ വനിതാ വോട്ടർമാരെ സ്വാധീനിച്ചപ്പോൾ നരേന്ദ്രമോദിയുടെ നയങ്ങളും നിലപാടും BJPയും ഒക്കെ തന്നെ യുവാക്കളുടെ വോട്ടും സ്വാധീനിച്ചു. അങ്ങനെ ബീഹാറിൽ ഒരു ചരിത്ര വിജയം NDA സ്വന്തമാക്കി എന്ന് നമുക്ക് വിലയിരുത്താം. ശരി, PR സുനിൽ ആണ് വിവരങ്ങൾ നൽകിയത്. ദില്ലിയിൽ നിന്ന് നമുക്ക് നോബിൾ മാരിക്കാരനിലേക്ക് പോകാം. നോബിൾ, മഹാസഖ്യം തകർന്നടിയുന്നു. ഒരുപക്ഷെ ഒരു നെക്ക് ആൻഡ് നെക്ക് മത്സരമെങ്കിലും പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അടിതെറ്റി വീണ് കിടക്കുകയാണ് കോൺഗ്രസ് ആണെങ്കിലും മഹാസഖ്യത്തിലെ മറ്റു പാർട്ടികളാണെങ്കിലും ഒക്കെ തന്നെയും.
ഇതിൽ തേജസ്വി യാദവ് അവരുടെ കുടുംബ മണ്ഡലം എന്ന് വിശേഷിപ്പിക്കുന്ന രാഘവ്പൂരിൽ പിന്നിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സ്വന്തം മണ്ഡലത്തിൽ പോലും അഗ്നിപരീക്ഷ നേരിടുകയാണ്. തേജസ്വിക്കും രാഹുലിനും അവിടെ ഒരു ചലനവും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നതാണല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. വിനീത, ഒരു ഘട്ടത്തിൽ പോലും വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിനോ മഹാഗഠബന്ധനോ കഴിയാത്തൊരു കാഴ്ചയാണ് ബീഹാറിൽ കാണാൻ കഴിഞ്ഞത്. അസാധാരണ സാഹചര്യം എന്നൊക്കെ വേണ്ടി പറയേണ്ടി വരും. കാരണം ഇത്രയും വലിയ പ്രചാരണം നടത്തി വലിയ ഇളക്കി മറിച്ചുള്ള നേതാക്കൾ എത്തിയെങ്കിൽ പോലും അതൊന്നും വോട്ടായില്ലെന്ന് മാത്രമല്ല, ഉയർത്തിയ ഒരു വിഷയം പോലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. എന്താണെങ്കിലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തും വലിയ പാളിച്ചകൾ ഉണ്ടായിരുന്നു, മഹാഗഠബന്ധന്റെ ഭാഗത്തും വലിയ പാളിച്ചകൾ ഉണ്ടായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് സീറ്റ് നിർണ്ണയ ഘട്ടം മുതൽ തന്നെ ആ പാളിച്ചകൾ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞാണ്. പ്രത്യേകിച്ച് RJD കോൺഗ്രസ് തർക്കം പല ഘട്ടങ്ങളിലും വലിയ തരത്തിൽ സീറ്റ് വിഭജനത്തെ ബാധിച്ചു. പലയിടത്തും റിബൽ സ്ഥാനാർത്ഥികൾ വന്നു. 12 ഇടങ്ങളിലാണ് RJD കോൺഗ്രസ് നേർക്കുനേർ മത്സരം നടന്നത്. ആ 12 ഇടത്തും 2 പാർട്ടികളും തോറ്റ് തുന്നം പാടുകയും ചെയ്തു. എന്താണെങ്കിലും നിരവധി വിഷയങ്ങൾ ഉയർത്തിയതിൽ വോട്ടുകൊള്ളയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വോട്ടുകൊള്ള ഉയർത്തി വോട്ടർ അധികാരം എന്നൊരു യാത്ര തന്നെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ബീഹാറിന്റെ ഗ്രാമങ്ങളിൽ കൂടി നടത്തി. പക്ഷേ അതൊന്നും വോട്ടായില്ല. വലിയ തിരിച്ചടി ഉണ്ടായി. ഇത്തരത്തിൽ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ ജനങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഉയർത്തിക്കൊണ്ടുവന്നു. അതും തിരിച്ചടിയായി, അതും പ്രതിഫലിച്ചില്ല. എന്താണെങ്കിലും ഇത്തരത്തിൽ പ്രതിഫലിക്കാത്ത വിഷയങ്ങൾ ഒരുപാട് ഉയർത്തിയപ്പോൾ എന്താണ് പരാജയ കാരണം എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം, മഹാഗഠബന്ധൻ സഖ്യം ഉള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രധാനമായും അത്തരത്തിൽ വലിയ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ വലിയ വിമർശനങ്ങൾ നേതാക്കൾക്ക് നേരെ ഉയരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുണ്ടായ പാഴ്ചകളുണ്ട്. അതോടൊപ്പം തന്നെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പല ഘട്ടങ്ങളിൽ ആദ്യഘട്ടത്തിൽ RJD ആവശ്യപ്പെട്ടെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് അതിന് ഒരു സമ്മതം മൂടുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിലൊക്കെ തേജസ്വി യാദവിനും ഒപ്പം RJDക്കും വലിയ അതൃപ്തികൾ ഉണ്ടായിരുന്നു. ഇടത് പാർട്ടികൾ പല ഘട്ടങ്ങളിലും പറഞ്ഞത് അവർ വേണ്ട ഒരു പരിഗണനയും ഈ മുന്നണിയിൽ നൽകുന്നില്ല എന്നുള്ളതായിരുന്നു. അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതാണെങ്കിലും മൊത്തത്തിൽ ഇന്ത്യ സഖ്യത്തിൽ മഹാഗഠബന്ധനിൽ ഉണ്ടായ തകർച്ച അത് വലിയ തരത്തിൽ പ്രതികൂലമായ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ ഈ വിശകലനം ചെയ്യുകയായിരിക്കും നേതാക്കൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് തേജസ്വി യാദവൊക്കെ രാഘവ്പൂർ പോലുള്ള കുത്തക മണ്ഡലത്തിലാണ് ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ട് പോരാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യത പോലും ഈ ഘട്ടത്തിൽ ഉണ്ട് എന്ന് വേണം വിലയിരുത്തപ്പെടാൻ. അങ്ങനെ വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മഹാഗഠബന്ധൻ ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് വലിയ പൊട്ടിത്തെറി ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി പാർട്ടികൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി എന്താണെങ്കിലും സഖ്യം നേരിടുന്നുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് സഖ്യത്തിന്റെ ഇപ്പോഴത്തെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ടെത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും തകർത്തരിപ്പണമായിരിക്കുന്നു എല്ലാ മേഖലകളും. അതായത് സീമാഞ്ചൽ അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും, അതോടൊപ്പം ദളിത് മുസ്ലിം പ്രാതിനിധ്യമുള്ള മേഖലകൾ, യാദവ വോട്ടുള്ള മേഖല, ഈ മേഖലകളൊക്കെ തകർത്ത് തരിപ്പണമായ ഒരു മഹാഗഠബന്ധനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും വലിയ തരത്തിൽ വലിയ വെല്ലുവിളി ദേശീയ തലത്തിലടക്കം ഈ സഖ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വിനീത, അതാണ് നോബൽ മാരിക്കാരൻ. യാദവ മേഖലയിൽ, മുസ്ലിം മേഖലയിലൊക്കെ തന്നെയും NDA കടന്നു കയറി താമരപ്പാടത്ത് അടിതെറ്റിയിരിക്കുകയാണ് മഹാസഖ്യത്തിന്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മുന്നേറ്റം ഈ മേഖലയിലൊക്കെ തന്നെയും NDAക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ തന്നെ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലാണ് വോട്ട് ഷെയർ ഉൾപ്പെടെ NDAക്ക് കൂടുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് കക്ഷിനില, അതായത് ഓരോ പാർട്ടിയുടെയും കക്ഷിനില കൂടി നോക്കേണ്ടതുണ്ട്. പക്ഷേ നോബൽ ഏറ്റവും നിർണായകമാകുന്നത് മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ്. ബീഹാർ അവർക്കൊരു വോട്ട് ചോരി ആരോപണത്തിന് ശേഷം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന ക്രമക്കേടുകൾക്ക് ശേഷമുള്ള ഒരു പരീക്ഷണശാലയായിരുന്നു ഒരുപക്ഷെ ബീഹാർ. ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോകുമ്പോൾ ദേശീയ തലത്തിൽ ഉൾപ്പെടെ ബീഹാറിലെ തോൽവി ഒരു വലിയ തിരിച്ചടിയാകും കോൺഗ്രസിന്. ഒപ്പം ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലല്ലേ? തീർച്ചയായും ഇന്ത്യ സഖ്യത്തിലെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു ഫലമാണ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് വന്നിരിക്കുന്നത്. കാരണം വലിയ പ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒന്നും നേതാക്കൾ കഴിയാത്തൊരു കാഴ്ച നമുക്ക് ബീഹാറിൽ കാണാൻ കഴിഞ്ഞു. അത് സ്ഥാനാർത്ഥിനിർണ്ണയം മുതൽ തന്നെ പ്രകടമായിരുന്നു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട്, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ, അസാം പോലത്തെ സംസ്ഥാനങ്ങളുണ്ട്. അവിടെയൊക്കെ ശക്തമായ BJP സ്വാധീനം ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് അസാമിൽ അധികാരത്തിൽ പശ്ചിമ ബംഗാൾ പിടിക്കാൻ വേണ്ടി കുറേ നാളുകളായി BJP വലിയ പ്രചാരണം തന്നെ നടത്തുകയും ചെയ്യുന്നു. അത്തരത്തിൽ വലിയ പ്രചാരണം നടത്തുന്ന സ്ഥലമാണ്. ഏതാണെങ്കിലും അത്തരത്തിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് ഇറക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി ചെറുതായൊന്നും ആയിരിക്കില്ല സഖ്യത്തെ പ്രതികൂലമായി ബാധിക്കുക. കാരണം പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് FIR നടപ്പാക്കുന്നതിന് പശ്ചിമ ബംഗാളിലെ വോട്ടുകൾ വെട്ടാനാണ് എന്നൊക്കെയുള്ള വിമർശനം ഇതിനോടൊപ്പം തന്നെ
പ്രത്യേകിച്ച് മമതാ ബാനർജിയോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളോ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലമൊക്കെയുള്ള പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ വലിയ പരാജയം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി ഈ പരാജയം വരും തെരഞ്ഞെടുപ്പുകളിൽ വലിയ തരത്തിൽ പ്രതികൂലമായി ബാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൽ ഇന്ത്യ പാർട്ടികളുടെ യോഗമടക്കം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ. നേരത്തെ 70-ലധികം സീറ്റുകളാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ 63 സീറ്റുകളിൽ മത്സരിച്ചെങ്കിൽ പോലും ഇപ്പോൾ അതിന്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കുമ്പോൾ വളരെ കുറവെന്ന് പറഞ്ഞാൽ വിരലിനാവുന്ന സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടെന്ന് തന്നെ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർ ജയിച്ചു വന്നൊരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് പല മണ്ഡലങ്ങളിലും എംപിമാർക്ക് വിജയമുണ്ടായ സംസ്ഥാനമാണ്. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനൊരു തകർച്ച ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും മുന്നോട്ട് പോക്കിനെ പ്രതികൂലമായി ബാധിക്കും. ലോക്സഭയിൽ പാർലമെന്റിലൊക്കെ ഉയർത്തുന്ന വിഷയങ്ങൾക്ക് ഏത് തരത്തിലായിരിക്കും ഇപ്പോൾ പ്രതിഫലിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് JDUവിന്റെ ഒരു പിന്തുണയൊക്കെ നഷ്ടപ്പെട്ടാൽ സർക്കാർ ഒരുപക്ഷെ വീണേക്കുമെന്നൊക്കെ പല ഘട്ടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും അത്തരത്തിലുള്ള ഊഹാപോഹങ്ങളൊക്കെ ഉയർന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ വിജയം ഉണ്ടാകുമ്പോൾ അതിലൊന്നും ഒരു സാധ്യതയും എന്താണെങ്കിലും ഇല്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. ശരി, നോബൽ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം